നമസ്കാരം, ഐഷാസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഗാർഡനിൽപ്പെട്ട വിവിധങ്ങളായ ചെടികൾ എന്ന് പറഞ്ഞാൽ എല്ലാ ചെടികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. നാളെ ഇതിനു മുമ്പ് ചെയ്ത അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്തപ്പോൾ നല്ല സപ്പോർട്ട് ഉണ്ടാകുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നല്ല സപ്പോർട്ട് നൽകുമെന്നും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുമെന്നും ഞാൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല മനോഹരമായ ഹെൽത്തിയായ ചെടികൾ തരുവാനായിട്ട് ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ചെയ്തതുപോലെ ഇപ്പോഴും എൻ്റെ നഴ്സറിയിൽ പിടിപ്പിച്ച നല്ല ആരോഗ്യമുള്ള ചെടികളാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ബെർക്കിൻ്റെ 2 വലിപ്പമുള്ള ചെടികളാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം കാണിക്കുന്നത് ഇത്രയും വലിയ ഈ ഒരു ചെടിക്ക് ഞാൻ വാങ്ങുന്നത് 125 രൂപയാണ്. അതേപോലെ തന്നെ അതിൻ്റെ ചെറിയ ചെടി, അതും നല്ല ആരോഗ്യമുള്ള നല്ല ചെടിയാണ്. ആ ചെടിക്ക് ഞാൻ വാങ്ങുന്നത് 100 രൂപയാണ്. പവർ പ്ലാന്റിൻ്റെ വെരിഗേറ്റഡാണ്. ഈ ഒരു ചെടി ഞാൻ വാങ്ങുന്നത് 100 രൂപയാണ്. നമ്മുടെ ബ്ലൂ ഫേണെന്നും പറയും, പീക്കോക്ക് ഫേണെന്നും പറയും. നല്ല മനോഹരമായ ഈ ഫേണിൻ്റെ ഇത്രയുമുള്ളൊരു തൈ ഞാൻ വാങ്ങുന്നത് 50 രൂപയാണ്. ഈ ഫേണ ഇതുപോലെ നല്ല മനോഹരമായ ഈ ഫേണ, ഇതിൻ്റെ ഇത്രയും ഫുള്ളാണെങ്കിൽ 100 രൂപയും, ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ്, ചെറുതെന്ന് പറയുമ്പോൾ പകുതിയോളം വരുന്ന പ്ലാന്റ്സിന് 50 രൂപയുമാണ് നമ്മുടെ വില. നല്ല രസമുണ്ട് ഇതിൻ്റെ ഇലകളുടെ ഭംഗി. ആലില പോലുള്ള ഇലയും അതേപോലെ നല്ല കളറും, നല്ല ഇച്ചിരി വെയിൽ കുറഞ്ഞിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സിന് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സാണ്. ഈ ഒരു പ്ലാന്റ്സ് ഞാൻ വാങ്ങുന്നത് 75 രൂപയാണ്. ഈ പ്ലാന്റ്സിന് ഞാൻ വാങ്ങുന്നത് 25 രൂപയാണ്. ഇതിൻ്റെ ഇത്രയും ചെറിയ പ്ലാന്റിന് ഞാൻ 25 രൂപയും വലിയ പ്ലാന്റിന് 50 രൂപയാണ് വാങ്ങുന്നത്. ഇപ്പം വലിയ പ്ലാന്റുകൾ തീർന്നു, ചെറിയ പ്ലാന്റാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിന് 25 രൂപയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും 25 രൂപയാണ്. സഫ്രോളയുടെ ഇത്രയും വലിയൊരു തൈ നമ്മൾ കൊടുക്കുന്നത് 40 രൂപയ്ക്കാണ്. മിക്കി ബാമ്പുവിൻ്റെ ഇത്രയും വലിയൊരു തൈ നമ്മൾ കൊടുക്കുന്നത് 50 രൂപയ്ക്കാണ്. ഇത് നമ്മുടെ അഗ്ലോണിമയുടെ ഗ്രീൻ വെറൈറ്റിയാണ്. ഇതിനകത്ത് നമ്മുടെ ആ ഒരു ഇലക്കകത്തുള്ള ആ വെള്ള ലൈനൊക്കെ നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റ്, ഇത്രയും വലിയൊരു പ്ലാന്റ് ഞാൻ കൊടുക്കുന്നത് 75 രൂപയ്ക്കാണ്. അഗ്ലോണിമയുടെ ഈ ഒരു പ്ലാന്റ്, ഇത്രയും മുഴുത്ത ഈ ഒരു പ്ലാന്റിന് ഞാൻ 50 രൂപയാണ് വാങ്ങുന്നത്. ഇത് നല്ല മനോഹരമായാണ് സ്റ്റെമ്മിൽ കയറ്റി വിട്ട് വളർത്തുന്നതിനും ബുഷായിട്ട് വളർത്താനുമൊക്കെ ആ ഇലയുടെ ഒരു തിളക്കം, അതേപോലെ അതിൻ്റെ ഭംഗി, നല്ല ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിന് ഞാൻ വാങ്ങുന്നത്, ഇത്രയും വലിയ പ്ലാന്റ് വാങ്ങുന്നത് 50 രൂപയാണ്. ഇത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ നമ്മുടെ ഇത്രയും ഹെൽത്തിയായ പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ പൂവ് നല്ല കട്ട വയലറ്റ് പൂവാണ്. ഇപ്പം പൂ കാണിക്കാൻ നമുക്ക് പൂ വിരിഞ്ഞിട്ടില്ല തൈകളാണ്. ഇത് നമ്മൾ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതും അതേപോലെ തന്നെ ഓഫ് വൈറ്റ് ആണ്. ഓഫ് വൈറ്റ് ഇപ്പോൾ പൂക്കൾ വരാനായിട്ട് ആയിട്ടുണ്ട്. ഈ ചെടി നമ്മൾ കൊടുക്കുന്നത് 50 രൂപയ്ക്ക് തന്നെയാണ്. ഇത് മാർബിൾ പോത്തോസ്, ഇത്രയും വലിയ ബുഷായ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 100 രൂപയ്ക്കാണ്. ഗേൾ എന്ന് പറയുന്ന ചെടിയാണ്, ഓർക്കിഡാണ്. ഈ ഓർക്കിഡിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നത് 50 രൂപയ്ക്ക് തന്നെയാണ്. ഇത് നമ്മൾ ഇത്രയും വലിയ ചെടി കൊടുക്കുന്നത് 50 രൂപയ്ക്കാണ്. ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 25 രൂപയ്ക്കാണ്. ഇത് വലിയ ഹാങ്ങിങ് പോട്ടിൽ ഹാങ്ങിങ് ആയിട്ടിടുന്ന നല്ല ഭംഗിയുള്ള ഇതിന് നമ്മൾ 15 രൂപയാണ്. ഈ ചെടി നമ്മൾ കൊടുക്കുന്നത് 20 രൂപയ്ക്കാണ്. നമ്മൾ കൊടുക്കുന്നത്
20 രൂപയ്ക്കാണ്. നല്ല മനോഹരമായ ഇത് ഹാങ്ങിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പോത്തോസിൻ്റെ ഒരു ഇനത്തിൽപ്പെട്ടാണ്. ഇതിൻ്റെ കട്ടിങ്സ് 5 രൂപയ്ക്കും റൂട്ടഡ് പ്ലാന്റ്സ് 10 രൂപയ്ക്കുമാണ് കൊടുക്കുന്നത്. അതുപോലെ ഈ പോത്തോസിൻ്റെ കട്ടിങ്സ് 10 രൂപയ്ക്കും റൂട്ടഡ് പ്ലാന്റ് 20 രൂപയ്ക്കുമാണ് കൊടുക്കുന്നത്. ഇതും അതേപോലെ തന്നെ. ഇത് രണ്ടും 2 സൈസ് വെറൈറ്റിയാണ്. ഇത് നീളമുള്ള ലീഫും അത് നല്ല വലിപ്പമുള്ള ലീഫുമാണ്. ഇതൊക്കെ റൂട്ടഡ് പ്ലാന്റ്സ് നമ്മൾ 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. റൂട്ടഡ് വലിയ പ്ലാന്റ് തന്നെയാണ്, അല്ല ഒരു കട്ടിങ് വെച്ച് പിടിപ്പിച്ചല്ല, വലിയൊരു പ്ലാന്റ്സ് തന്നെയാണ്. അതിന് നമ്മൾ 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സ്നേക്ക് പ്ലാന്റ് ആണ്. പൊക്കം കുറഞ്ഞ സൈസ്, അങ്ങ് പൊങ്ങി പോകുന്ന സൈസല്ല, പൊക്കം കുറഞ്ഞ സൈസ് സ്നേക്ക് പ്ലാന്റ് ആണ്. ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റിന് നമ്മൾ 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അവിടെ കുറേ കളറുകൾ നമുക്കുണ്ട്. ഇതിനകത്തിപ്പോൾ പൂവില്ല, ഇത് ചുമന്ന പൂവാണ്, ഗ്രീനിൽ ചുമന്ന പൂവുള്ളതാണ്. ഈ എപ്പീഷ്യയുടെ കട്ടിങ് ആണെങ്കിൽ 5 രൂപയും റൂട്ടഡ് പ്ലാന്റ് ഈ 15 രൂപയ്ക്കുമാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല കർട്ടൻ പ്ലാന്റ് എന്നാണ് ഇതിന് പേര് പറയുന്നത്. വേറെ പേരെന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിന് ഇതുപോലെയാണ്, ഈ വള്ളി പോലെ ആണ്. അത് നമുക്ക് വടന്നു കഴിഞ്ഞാൽ മുഴുവൻ നിറച്ച് ഓരോ മുട്ടിലും ഇതുപോലെ വള്ളി പോലെ പിടിക്കും. അങ്ങനെ നമ്മളിപ്പോൾ തൈകൾ, ഇതിൻ്റെ തൈകൾ നമുക്ക് ലഭ്യമാണ്. നമ്മൾ പിടിപ്പിച്ച് വന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ മുഴുവൻ കർട്ടൻസ് നമുക്ക് കാണാനായിട്ട് വളരുന്നതേ ഉള്ളൂ. എങ്കിലും ഇതിന് നമുക്ക് ഇതിൻ്റെ ഒരു തൈക്ക് നമുക്ക് 40 രൂപയാണ് വില. അത് നല്ല ചട്ടിയിൽ വെച്ച് നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിനും നമ്മൾ 40 രൂപയാണ് വാങ്ങുന്നത്. അതേപോലെ ഈ വെൽവെറ്റ് ഈ പ്ലാന്റ്, ഇത് കലേഡിയമാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഈ ചെടിക്ക് നമ്മൾ 50 രൂപയാണ് വാങ്ങുന്നത്. ഇത് എപ്പീഷ്യയുടെ മഞ്ഞ പൂവിരിയും, നമ്മൾ മുമ്പേ കാണിച്ചത് ചുമപ്പ് മഞ്ഞ പൂവിരിയുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഇതുപോലെ ഇത്രയും വലിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് 15 രൂപയ്ക്കാണ്. പിന്നെ നമ്മുടെ മണിമുല്ലയാണ്. മണിമുല്ലയുടെ ഇത്രയും നല്ല റൂട്ട് പിടിപ്പിച്ച ഇത്രയും വലിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് 40 രൂപയ്ക്കാണ്. മണിമുല്ലയുടെ പൂക്കാറായ ഈ ചെടി നമ്മൾ കൊടുക്കുന്നത് 40 രൂപയ്ക്കാണ്. ഈ പ്ലാന്റിൻ്റെ ഇലയാണ് ഏറ്റവും മനോഹരമായിട്ട്. ഇതിൻ്റെ ചെറിയ തൈ നമ്മൾ 50 രൂപയ്ക്കും ഇത്രയും വലിയ തൈ നമ്മൾ കൊടുക്കുന്നത് 100 രൂപയ്ക്കുമാണ്. ഈ ചെടിക്ക് നമുക്ക് 50 രൂപയാണ് വില. ഇത്രയും ബുഷായ വലിയ ചെടിയാണ്. ഇതിന് നമുക്ക് 50 രൂപയാണ് വില. ഈ ചെടിയുടെ ഇത്രയും ബുഷായ ഈ ചെടിക്ക് നമുക്ക് 25 രൂപയാണ്. അവിടെ ഇത്രയും വലിയ പൂക്കളുള്ള, നമുക്കറിയാം ബൊഹീനിയ ചെടി, കൊക്കിഹിമിയ ചെടിയെക്കുറിച്ച് നമുക്കറിയാം. ഇത്രയും വലിയ പൂക്കളുള്ള ഈ ചെടി നമ്മൾ 350 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പൂക്കളോടുകൂടിയാണ്, ചെറിയ തൈകളല്ല, വലിയ ചെടികൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. എനിക്ക് പേര് അറിയില്ല. ഇതിൻ്റെ പൂക്കളാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ പൂക്കളും ഇലകളുമുള്ള ഈ ചെടിക്ക് നമുക്ക് 75 രൂപയാണ്. അതുപോലെ തന്നെ ഇത് നല്ല വെൽവെറ്റ് ഇലയാണ്. ഇത്രയും നല്ല നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും നല്ല മനോഹരമായ ചെടിക്ക് 50 രൂപയാണ് വില. അരിയപ്പിൻ്റെ തൈ കൊടുക്കുന്നുണ്ട്. അരിയപ്പിൻ്റെ തൈക്ക് ചെറിയ തൈയാണിത്. ഈ തൈ 2 തൈകളുണ്ട്. ഈ തൈക്ക് നമുക്ക് 50 രൂപയാണ് വില. ഇതിൻ്റെ ഈ ഒരു ഇല നല്ല ഭംഗിയുള്ള ഈ ചെടിക്ക് നമ്മൾ 20 രൂപയാണ് വില. അതിൻ്റെ അല്ല, ഇതൊരു വ്യത്യസ്തമായ വേറൊരു ഇതാണ്. ഇതിന് നമുക്ക് 20 രൂപയാണ് വില. ഈ ഗ്രീൻ വെറൈറ്റി ഈ ചെടിക്ക് 2 സ്റ്റെമ്മിന് നമുക്ക് 20 രൂപയാണ് വില. ഇത്രയും ബുഷായിട്ടുള്ളതിന് നമുക്ക് 50 രൂപയാണ് വില. ഈ ഫേണ്, ഇതിൻ്റെ ഇത്രയും നല്ല ബുഷായ ചെടിക്ക് 25 രൂപയാണ് വില. ഒരു വെറൈറ്റി ഫേനാണ്. ഇതിൻ്റെ ചെറിയ തൈകൾ 3-4 തൈകൾ കാണും. 25 രൂപയും ഇത്രയും ബുഷായതിന് 50 രൂപയുമാണ് വില. കലാത്തിയ, നല്ല മനോഹരമായ ഈ കലാത്തിയയുടെ ഇത്രയും ബുഷായ പ്ലാന്റിന് നമുക്ക് 50 രൂപയാണ് വില. ഈ ചെടിക്ക് നമുക്ക് 15 രൂപയാണ് വില. പ്ലാന്റിൻ്റെ നാരോ ലീഫാണ്. ഇത്രയും വലിയൊരു പ്ലാന്റ് നമുക്ക് 25 രൂപയാണ് വില. ഇല്ലിയാണ്. ഈ ഇല്ലി, ഇത്രയും വലിയ ഇല്ലിക്ക് ബാമ്പു നമുക്ക് 50 രൂപയാണ്.
ഈ ഒരു ഇലച്ചെടി ഇത്രയും വലിയ ചെടിയാണ്. ഈ ചെടിക്ക് നമുക്ക് 25 രൂപയാണ്. ഇതും അതുപോലെ തന്നെ ഈ ഇത്രയും വലിയ ഈ ഒരു ചെടിയുടെ വില 50 രൂപയാണ്. അഗ്ലോണിമയുടെ ഗ്രീൻ വെറൈറ്റിയാണ്. ഇത്രയും വലിയ ഈ ചെടിയുടെ വില 75 രൂപയാണ്. ഇതിൻ്റെ ഒരു വെറൈറ്റി ചെടിയാണ്. നല്ല കൊലയായിട്ട് പൂവിരിയും. ഇതിൻ്റെ തൈകൾ എളുപ്പം നമുക്ക് നട്ടു കഴിഞ്ഞാൽ തൈകൾ പിടിക്കുന്ന ഈ ചെടിയുടെ ഒരു തൈ 25 രൂപയാണ്. ലീഫ് അഗ്ലോണിമയ്ക്കും നമുക്ക് ഒരു സ്റ്റെമ്മിന് 15 രൂപയാണ്. ഇത് നമുക്ക് സിറ്റൗട്ടിലൊക്കെ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ മനോഹരമായൊരു പ്ലാന്റാണ്. നല്ല പൊക്കമുള്ള ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ 2 തൈക്ക് നമുക്ക് 25 രൂപയാണ്. നമ്മൾ മുമ്പേ ഗ്രീൻ പെപ്പറോമിയ കാണിച്ചു. ഇത് കുറച്ചുകൂടി ഡിസൈനുള്ള കളറുള്ള മഞ്ഞ കളറുള്ള പെപ്പറോമിയാണ്. ഇതിൻ്റെ 2 തൈക്ക് നമുക്ക് 50 രൂപയാണ്. സൻസിവേരിയയുടെ ഈ ഗ്രീൻ കളറുള്ള ഈ ചെടിക്ക് നമുക്ക് 50 രൂപയാണ്. ഈ കളർ പൂവുള്ള ഇത്രയും വലിയൊരു ചെടിക്ക് നമുക്ക് 40 രൂപയാണ്. ഈ ചെടിക്ക് നമുക്ക് 50 രൂപയാണ്. ഇതേപോലെ തന്നെ ഈ ചെടി ഇത്ര മനോഹരമായ ഈ ചെടിക്ക് നമുക്ക് 50 രൂപയാണ്. മരമുല്ലയാണ്. എന്നും പൂക്കൾ തരുന്ന ഈ മുല്ലയ്ക്ക് നമുക്ക് 60 രൂപയാണ് വില. വലിയ ചെടിയാണ്. കലാത്തിയ ലൂട്ടിയാടെ ഇത്ര ഹെൽത്തിയായ വലിയ പ്ലാന്റിന് നമുക്ക് 150 രൂപയാണ് വില. ാണ് വീഡിയോ വളരെ ലെങ്തിയായി പോകുന്നത് കൊണ്ടാണ്. ഇതുകൊണ്ട് ഇഷ്ടം പോലെ എല്ലാവിധ ചെടികളും നമുക്ക് അവൈലബിൾ ആണ്. ഇത് റിസാലിസിൻ്റെ വലിയ പ്ലാന്റ്സ് ഉണ്ട്, ചെറിയ പ്ലാന്റുകളുണ്ട്. എല്ലാ ചെടികളും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. എല്ലാവരും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, സഹകരണവും ഷെയറിങ്ങും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ വൈകിപ്പിക്കുന്നു.